+1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ 9ാമത്തെ ചാപ്റ്ററായ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് കൺസോൾ ഫംഗ്ഷനും സ്ട്രീം ഫംഗ്ഷനുമാണ്. ഇവിടെ കൺസോൾ ഫംഗ്ഷൻ എന്നുദ്ദേശിക്കുന്നത് രണ്ട് തരത്തിലുള്ള ഫംഗ്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഗെറ്റ് ചാർ, അതേപോലെ ഗെറ്റ് ചാർ ഉപയോഗിക്കുന്നത് ഇൻപുട്ട് കൊടുക്കുന്നതിന് വേണ്ടിയും അതുപോലെ പുട്ട് ചാർ കൊടുക്കുന്നത് ഔട്ട്പുട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അത് ഗെറ്റ് ക്യാരക്ടർ എന്നാണ് ഈ ഗെറ്റ് ചാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പുട്ട് ചാർ എന്ന് പറഞ്ഞാൽ പുട്ട് ക്യാരക്ടർ. അപ്പോൾ ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഹെഡർ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം കഴിഞ്ഞിട്ട് അടുത്ത ലൈനിൽ ഹാഷ് ഇൻക്ലൂഡ് CSTDIO എന്നുള്ള ഹെഡർ ഫയൽ ഉണ്ടെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, കൺസോൾ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ അത് കീബോർഡ് നിന്ന് ഡയറക്റ്റ് മെമ്മറിയിലോട്ടാണ് ഇൻപുട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതുന്നുണ്ട്. ചാർ, നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പം ചാർ CH ഈക്വൽ ടു ഗെറ്റ് ചാർ. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻപുട്ട് കൊടുത്താൽ ആ CH എന്നുള്ള മെമ്മറിയിൽ ആ കൊടുക്കുന്ന ക്യാരക്ടർ സ്റ്റോർ ചെയ്യും. ഒരു ക്യാരക്ടറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ക്യാരക്ടർ ഇൻപുട്ട് എവിടെ സ്റ്റോർ ചെയ്യണം? CH സ്റ്റോർ ചെയ്യും. അപ്പം CH AR എന്ന് കൊടുക്കുന്നത്, ചാർന്ന് കൊടുക്കുന്നത് ഈ ഐഡൻറ്റിഫയറിൻ്റെ ടൈപ്പാണ്. നമുക്ക് ഇൻറ്റീജർ കൊടുക്കാൻ പറ്റില്ല. ഇവിടെ കൊടുക്കേണ്ടത് ക്യാരക്ടറാണ്. ചാർ CH ഈക്വൽ ടു ഗെറ്റ് ചാർ എന്ന് കൊടുത്താൽ ഗെറ്റ് ക്യാരക്ടർ എന്നുള്ള കൺസോൾ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. അതേപോലെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടണമെങ്കിൽ, ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ്റെ പേരാണ് പുട്ട് ചാർ, പുട്ട് ക്യാരക്ടർ. അപ്പോൾ ഇത് വരുന്നത് മെമ്മറിയിൽ നിന്നും ഡയറക്റ്റ് മോണിറ്ററിലോട്ടാണ്, ഡയറക്റ്റാണ്. അതാണ് കൺസോളിൻ്റെ പ്രത്യേകത. ഗെറ്റ് ചാറും അതേപോലെ കീബോർഡ് ടു മെമ്മറിയാണ്. പുട്ട് ചാർ അതേപോലെ മെമ്മറിയിൽ നിന്ന് ഡയറക്റ്റ് മോണിറ്ററിലോട്ടാണ് ഔട്ട്പുട്ട് വരുന്നത്. അതിൽ നമുക്കിവിടെ കുറച്ച് എക്സാമ്പിളുകൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ ചാർ CH ഈക്വൽ ടു B എന്ന് പറഞ്ഞാൽ നമുക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ കഴിയുമല്ലോ. CH എന്നുള്ള വേരിയബിളിൽ B സ്റ്റോർ ചെയ്യുന്നു. അത് ഇൻറ്റ് A ഈക്വൽ ടു 4 എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം Aയിൽ 4 ആണെന്നാണ് അതിൻ്റെ മീനിങ്. അതേപോലെ തന്നെയാണ് നമുക്ക് പ്രോഗ്രാമിൽ എഴുതാം. ചാർ CH ഈക്വൽ ടു സിംഗിൾ കൊട്ടേഷനിൽ B കൊടുത്താൽ CHൻ്റെ വാല്യൂ B എന്നാണ്. നമുക്കത് ഔട്ട്പുട്ട് കിട്ടണം. ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ്റെ പേരാണ് പുട്ട് ചാർ. പുട്ട് ചാർ CH എന്ന് പറഞ്ഞാൽ CHലെ കണ്ടൻറ്റ് എന്താണോ അത് പ്രിൻറ്റ് ചെയ്യും. എന്താണ്? B ഈ ഓൺ ദി സ്ക്രീൻ, അതായത് B എന്നുള്ളത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. അതുപോലെ പുട്ട് ചാർ സിംഗിൾ കൊട്ടേഷൻ C കൊടുത്തു കഴിഞ്ഞാൽ C എന്നുള്ള മെസ്സേജ് സ്ക്രീനിൽ വരും. പുട്ട് ചാർ 97 എന്നുള്ള ഇൻറ്റീജർ വാല്യൂവിൻ്റെ ആസ്കി വാല്യൂ ആയിരിക്കും സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്യുക. അതായത് അതിൻ്റെ 97ൻ്റെ വാല്യൂ A എന്നാണ്. നമ്മൾ പുട്ട് ചാർ 65 കൊടുക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ A പ്രിൻറ്റ് ചെയ്യും. ക്യാപിറ്റൽ ലെറ്റർ B പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ പുട്ട് ചാർ 66 കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് കൺസോൾ ഫംഗ്ഷനാണ്. ഇനി അടുത്ത രണ്ടാമത്തെ ഫംഗ്ഷനാണ് സ്ട്രീം ഫംഗ്ഷൻ. സ്ട്രീം ഫംഗ്ഷനിലും നമ്മൾ ഇതേപോലെ തന്നെ ഇൻപുട്ടുകൾ കൊടുക്കാൻ ഉപയോഗിക്കുന്ന, ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും വേണ്ടി ക്യാരക്ടറും സ്ട്രിങ്ങും ഇൻപുട്ടുകളും ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് വഴിയാണ്. അതായത് ഒരു ബഫറിൽ ആദ്യം സ്റ്റോർ ചെയ്തതിന് ശേഷമാണ് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ കൊടുക്കുന്നത് ഒരു ബഫറിൽ സ്റ്റോർ ചെയ്തിട്ടാണ് മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യുക. അതേപോലെ ഔട്ട്പുട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന രണ്ട് ഒബ്ജക്റ്റുകളാണ്. ഇൻപുട്ട് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റാണ് CINഉം അതേപോലെ ഔട്ട്പുട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റാണ് COUTഉം. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ഡോട്ട് എന്നുള്ള ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇത് ആക്സസ് ചെയ്യുന്നത്. രണ്ട് ഫംഗ്ഷനാണ്, ഗെറ്റും ഗെറ്റ് ലൈനും. ക്യാരക്ടറും സ്ട്രിങ്ങും നമുക്ക് കൊടുക്കാൻ കഴിയും, ഇൻപുട്ട് കൊടുക്കാൻ കഴിയും. അതിന് ഗെറ്റും ഗെറ്റ് ലൈൻ എന്നുള്ള രണ്ട് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഗെറ്റ് ഉപയോഗിക്കുന്ന മെത്തേഡ്, അതായത് ഗെറ്റിൽ നമുക്ക് സിംഗിൾ ക്യാരക്ടറോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്യാരക്ടറോ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏതായാലും പ്രോഗ്രാം നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ ഐഡൻറ്റിഫയർ ഡിക്ലെയർ ചെയ്യണം. ക്യാരക്ടർ ചാർ CH രണ്ട് ഫംഗ്ഷനുകളാണല്ലോ പറഞ്ഞത്, ഒന്ന് ഗെറ്റും ഗെറ്റ് ലൈനും. അപ്പം ഗെറ്റ് എന്നുള്ള ഫംഗ്ഷനിൽ നമുക്ക് ക്യാരക്ടറോ സിംഗിൾ ക്യാരക്ടറോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്യാരക്ടറോ ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു പ്രോഗ്രാമല്ല, അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് പറയുകയാണ്. ക്യാരക്ടർ CH എന്ന് പറഞ്ഞ ഒരു ഐഡൻറ്റിഫയർ, str(10) എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഐഡൻറ്റിഫയർ. str(10) എന്ന് പറയുമ്പോൾ അതിൽ 10 സ്പേസ് ഉള്ള ഒരു അറയാണ്, ക്യാരക്ടർ അറയാണ്. CH എന്ന് പറയുന്നത് അറയല്ല, ഒരു സിംഗിൾ വേരിയബിൾ മാത്രം. ഇനി ഇതിൽ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി CH ഈക്വൽ ടു scene.getCH ഇങ്ങനെ പറയുമ്പോൾ scene എന്നുള്ള ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത്
കോൾ ചെയ്യുന്നത് അതിന് ഉപയോഗിക്കുന്ന ഡോട്ട് ഓപ്പറേറ്ററാണ്. അപ്പോൾ നമുക്കൊരു വാല്യൂ ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. ഇൻപുട്ട് കൊടുത്താൽ അത് CHൽ സ്റ്റോർ ചെയ്യും. നമുക്ക് രണ്ട് രീതിയിലാണ് ഉപയോഗിക്കാം. CIN ഡോട്ട് ഗെറ്റ് CH എന്ന് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ CH ഈക്വൽ ടു CIN ഡോട്ട് ഗെറ്റ് CH ഉപയോഗിക്കാം. ഏത് ഉപയോഗിച്ചാലും സെയിം മെത്തേഡ് തന്നെയാണ്, സെയിം ആൻസർ തന്നെയായിരിക്കും വരിക. അത് ഇൻപുട്ടുള്ള ഫംഗ്ഷനാണ്. രണ്ടാമത് നമുക്ക് സ്ട്രിങ് കൊടുക്കാൻ കഴിയും. ഇത് നമ്മൾ CH എന്ന് പറഞ്ഞാൽ സിംഗിൾ വേരിയബിൾ ആയതുകൊണ്ട് ഒറ്റ അക്ഷരമേ കൊടുക്കാൻ പറ്റുള്ളൂ, ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. രണ്ടാമത്തെ str(10) ഉള്ളത് നമുക്ക് ഒരു സിംഗിൾ ലെറ്ററും കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സും ഇൻപുട്ട് കൊടുക്കാം. മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് 10 അക്ഷരങ്ങൾ മാത്രമാണ്. അപ്പോൾ അത് സ്വീകരിക്കണമെങ്കിൽ, ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ അതിൻ്റെ സിൻടാക്സ് ആണ് CIN ഡോട്ട് ഗെറ്റ്. C എന്നുള്ള ഒബ്ജക്റ്റ് ഡോട്ട് എന്നുള്ള ഓപ്പറേറ്റർ ഉപയോഗിക്കുക, ഗെറ്റ് എന്നുള്ള ഫംഗ്ഷൻ പറയുക, ബ്രാക്കറ്റ് ഓപ്പൺ, str(10). str എന്ന് പറഞ്ഞ മെമ്മറിയിലാണ് ഇൻപുട്ട് കയറുക. മാക്സിമം നമുക്ക് 10 ഇൻപുട്ടുകൾ കൊടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ 7 എഴുതുന്നതെങ്കിൽ സ്പേസ് 10 ഉണ്ടെങ്കിൽ പോലും 7 ഇൻപുട്ടുകളെ സ്റ്റോർ ചെയ്യാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തെ ഇൻപുട്ട് ഫംഗ്ഷനാണ് സ്ട്രീം ഫംഗ്ഷനിൽ വരുന്നതാണ് ഗെറ്റ് ലൈൻ. ഇത് നമുക്ക് സിംഗിൾ ക്യാരക്ടറിനും ഉപയോഗിക്കാം, അതേപോലെ മൾട്ടിപ്പിൾ ക്യാരക്ടറിനും ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. രണ്ട് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഇതിനാണ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. str, len ഇവിടെ 2 ആർഗ്യുമെൻ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തെ മെത്തേഡിൽ 3 ആർഗ്യുമെൻറ്റുകൾ. അപ്പോൾ ഇവിടെ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ക്യാരക്ടർ CH, str(10). CH എന്ന് പറയുന്ന ഒരു വേരിയബിൾ, str എന്ന് പറയുന്ന ഒരു അറേ ഡിക്ലറേഷനുമാണ്. അഡീഷണൽ ആയിട്ട് ഒരു ഇൻറ്റീജർ len എന്നുള്ള ഒരു വേരിയബിളും. ഇത് പ്രോഗ്രാമിൽ എഴുതുമ്പോഴാണ് അത് കറക്റ്റായിട്ട് മനസ്സിലാകുക. ഇതിൻ്റെ നമ്മൾ ജസ്റ്റ് ഒന്നും ഒരു ഐഡിയ കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. ഗെറ്റ് ലൈൻ എന്ന് പറയുന്നത് സ്ട്രിങ് ഇൻപുട്ട് കൊടുക്കാനുള്ള സ്ട്രിങ് ഫംഗ്ഷനാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ CIN ഡോട്ട് ഗെറ്റ് ലൈൻ str, len എന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ str മാക്സിമം സൈസ് 10 നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാൻ പറ്റും? len അവിടെ നമ്മൾ len ഇൻപുട്ട് നമ്മൾ 5 ആണെങ്കിൽ 5 ഇൻപുട്ടുകളെ, അതായത് ഒരു പേര് കൊടുത്താൽ 5 അക്ഷരങ്ങളെ സ്വീകരിക്കുകയുള്ളൂ. len വാല്യൂ അനുസരിച്ചാണ്. അപ്പോൾ len എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീജറാണ്. ആ len വാല്യൂ നമ്മൾ 3 കൊടുക്കുന്നതെങ്കിൽ 3 അക്ഷരങ്ങളെ str എന്ന് പറഞ്ഞ വേരിയബിൾ അറയിൽ സ്റ്റോർ ചെയ്യുള്ളൂ. അടുത്ത ലൈനിൽ പറയുന്നത് CIN ഡോട്ട് ഗെറ്റ് ലൈൻ str, len, ch 3 ആർഗ്യുമെൻ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ആർഗ്യുമെൻ്റ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമ്മൾ strൽ മാക്സിമം 10 അക്ഷരങ്ങൾ കൊടുക്കാം, നമ്മൾ 8 അക്ഷരങ്ങൾ വരെ കൊടുക്കാമെന്ന് പറയുകയും CHൻ്റെ അവിടെ ഏതെങ്കിലും ഒരു ലെറ്റർ, ഇപ്പോൾ ഒരു ഡോട്ടോ അല്ലെങ്കിൽ ഒരു ഹൈഫണോ അല്ലെങ്കിൽ വേറെ അക്ഷരങ്ങളോ അതേതെങ്കിലും ഇവിടെ ഈ ആർഗ്യുമെൻറ്റിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു പേരടിച്ചിട്ട് പേര് രാജൻ തോമസ് എന്നാണ് പേര്. അപ്പോൾ രാജൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഡോട്ട് തോമസ് നടത്തി കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്നത് ഡോട്ടാണെങ്കിൽ രാജൻ എന്നുള്ള പേര് മാത്രമേ ഇൻപുട്ട് കയറുകയുള്ളൂ. അപ്പം ഇവിടെ കൊടുക്കുന്ന സിമ്പൽ എത്തിക്കഴിഞ്ഞാൽ ആ മെമ്മറി ടെർമിനേറ്റ് ആകും. അതിൻ്റെ പൂർത്തീകരണമാണ്. ആ സിമ്പലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളവിടെ വേറെ ഒരു കോമയാണ് കൊടുക്കുന്നതെങ്കിൽ, അപ്പോൾ നമ്മൾ ആ പേര് കൊടുത്ത രാജൻ തോമസ് കൊടുത്താൽ ആ കോമ കഴിഞ്ഞാൽ രാജൻ മാത്രമാണ്, തോമസ് കയറിയില്ല. നമ്മൾ അക്ഷരങ്ങളുടെ എണ്ണമല്ല അത് പ്രധാനം. അക്ഷരങ്ങൾ നമ്മൾ മാക്സിമം 10 അതിൽ 9 ആണെങ്കിൽ കൊടുക്കാം എന്ന് പറഞ്ഞാൽ പോലും ഈ ഡെലിമീറ്റർ എന്താണോ കൊടുക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഇൻപുട്ട് സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് സ്ട്രീം ഫംഗ്ഷനാണ്. സ്ട്രീം ഫംഗ്ഷൻ 2 ഗെറ്റ് ലൈൻ രണ്ടും ക്യാരക്ടർ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. സിംഗിൾ ക്യാരക്ടറും അതേപോലെ മൾട്ടിപ്പിൾ ക്യാരക്ടറും കൊടുക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. ഇനിയും പറയുന്നത് ഔട്ട്പുട്ട് ഫംഗ്ഷനാണ്. സ്ട്രീം ഫംഗ്ഷനിലും ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഉണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ പേര് CIN ഉപയോഗിച്ച ഒബ്ജക്റ്റ് ഇൻപുട്ടിന് ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റും cout ആണ് ഔട്ട്പുട്ടിന് ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റുകൾ. അതിൽ 2 ഫംഗ്ഷൻ ഉണ്ട്, പുട്ട്, റൈറ്റ്. പുട്ട് ഉപയോഗിക്കുന്നത് ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയാണ് പുട്ട് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ CH ഈക്വൽ ടു C. അതിൻ്റെ അർത്ഥം എന്താ? CH എന്ന് പറഞ്ഞ വേരിയബിൾ C എന്നുള്ള ഇൻപുട്ട് സ്റ്റോർ ചെയ്യുന്നു. cout ഡോട്ട് പുട്ട് CH എന്ന് പറയുമ്പം ഔട്ട്പുട്ട് വരുന്നത് C എന്നുള്ള ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. നെക്സ്റ്റ് ലൈൻ cout ഡോട്ട് പുട്ട് ഓഫ് B എന്ന് പറയുമ്പോൾ B എന്നുള്ള ലെറ്റർ സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്യും. cout ഡോട്ട് പുട്ട് 65 എന്ന് കഴിഞ്ഞാൽ ഇൻറ്റീജർ വാല്യൂ ആണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ആസ്കി വാല്യൂ എടുത്ത് വരുമ്പോൾ A എന്നുള്ള ആൽഫബറ്റാണ് സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്യുക. നേരത്തെ 97 കാണിച്ചു, 97 കൊടുത്താൽ സ്മോൾ ലെറ്റർ A പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇതാണ്
സ്ട്രീം ഫംഗ്ഷനിൽ വന്ന ഔട്ട്പുട്ടിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത് വരുന്നത് റൈറ്റ് ആണ്. റൈറ്റ് ഫംഗ്ഷൻ ഇതേപോലെ സ്ട്രിങ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഒന്നിൽ കൂടുതൽ അക്ഷരങ്ങൾ കൂട്ടിച്ചേരുന്നതിനാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. അത് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് റൈറ്റ് ഫംഗ്ഷൻ. ഇപ്പോൾ റൈറ്റ് ഫംഗ്ഷൻ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ക്യാരക്ടർ str(10) ഈക്വൽ ടു ഹലോ. അതായത് str എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം 10 സ്പേസാണ്. അതിൽ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് ഹലോ എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് സ്ക്രീനിലോട്ടൊന്ന് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ, അതായത് മെമ്മറിയിൽ നിന്ന് ഔട്ട്പുട്ട് സ്ക്രീനിൽ വരണമെങ്കിൽ അതിന് ഉപയോഗിച്ച മെത്തേഡാണ് cout.write str(10). ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത് റൈറ്റ് ചെയ്യുമ്പം str-ൻ്റെ കണ്ടൻറ്റ് എത്രയായാലും str നമ്മൾ കൊടുത്തിരിക്കുന്ന ഹലോ ആണെങ്കിലും ഹലോ എന്നുള്ളത് 5 അക്ഷരമായിരിക്കും. പിന്നെ ബാക്കി വരുന്നത് 10 വേണ്ടി വൈറ്റ് സ്പേസ് അവിടെ ഔട്ട്പുട്ട് വരും. നമുക്ക് കാണാൻ കഴിയില്ല, ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പഠിച്ചിരിക്കുന്നത് ഔട്ട്പുട്ട് ഫങ്ഷൻസിൽ വരുന്ന ആദ്യത്തെ പറഞ്ഞത് കൺസോൾ ഫംഗ്ഷൻ. കൺസോൾ ഫംഗ്ഷനിൽ വരുന്നത് ഗെറ്റ് ആണ്. ഗെറ്റ് ഉപയോഗിക്കുന്നത് ഇൻപുട്ട് ക്യാരക്ടർ കൊടുക്കുന്നതിന് വേണ്ടി. പുട്ട് പറയുന്നത് ക്യാരക്ടർ ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്. കൺസോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കീബോർഡിൽ നിന്ന് ഡയറക്റ്റ് മെമ്മറിയാണ്, ബഫറിൽ സ്റ്റോർ ചെയ്യാതെയാണ് പോകുന്നത്. അതേപോലെ പുട്ട് ഉപയോഗിക്കുമ്പോഴും കൺസോൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് മെമ്മറി നിന്നും ഡയറക്റ്റ് ഔട്ട്പുട്ട് സ്ക്രീനിലോട്ടാണ് പ്രിൻ്റ് ചെയ്യുന്നത്. രണ്ടാമത് പറയുന്നത് നമ്മൾ സ്ട്രീം ഫംഗ്ഷനാണ്. സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗെറ്റ് ലൈൻ എന്നുള്ള 2 ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. അത് ക്യാരക്ടറും സ്ട്രിങ്ങും ഇൻപുട്ട് കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഗെറ്റ് ലൈൻ. അത് മൾട്ടിപ്പിൾ ക്യാരക്ടർ കൊടുക്കുന്നതിന് വേണ്ടി ഗെറ്റ് ലൈൻ ഉപയോഗിക്കുന്നു. അത് ഒരു ബഫറിൽ സ്റ്റോർ ചെയ്തിട്ടാണ് മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. രണ്ടാമത് അതിൽ തന്നെയുള്ള ഔട്ട്പുട്ട് ഫംഗ്ഷനാണ് പുട്ട് റൈറ്റ്. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ഇതിൻ്റെ കൂടെ ഗെറ്റ്സും പുട്സും എന്നുള്ള 2 ഫംഗ്ഷനും കൂടി പറയുന്നുണ്ട്. ഗെറ്റ്സിൻ്റെയും പുട്സിൻ്റെയും ഉപയോഗം പറയുന്നതും കൂടി കേൾക്കുക, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. പഠിക്കേണ്ടത് ഒരു സ്ട്രിങ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് എങ്ങനെ അറേയിൽ ഇൻപുട്ട് കൊടുക്കാം. മെമ്മറി അലോക്കേഷൻ ഫോർ സ്ട്രിങ്സ്. ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഏതായാലും അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ഡാറ്റ ടൈപ്പ് കൊടുക്കണം. ഇവിടെ സ്ട്രിങ് ആയതുകൊണ്ട് ക്യാരക്ടറിൻ്റെ ഡാറ്റ ടൈപ്പാണ്. അപ്പം ചാർ എന്ന് കൊടുത്തു. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഐഡൻറ്റിഫയറിൻ്റെ പേര് മൈ നെയിം എന്നാണ്. മൈ നെയിം ഓഫ് 10 എന്ന് കൊടുക്കുന്നതോടുകൂടി അതൊരു അറേയായി മാറുകയാണ്. അറേയിൽ നമ്മൾ വാല്യൂ ഇൻറ്റിജർ കൊടുത്ത പോലെ ഈക്വൽ ടു ബ്രേസസ് ഓപ്പൺ സിംഗിൾ കൊട്ടേഷനിൽ കൊടുക്കണം. ഓരോ ലെറ്റേഴ്സ് ആയതുകൊണ്ട് സിംഗിൾ കൊട്ടേഷൻ കൊടുത്ത് കോമ കൊടുക്കുക. നിഖേത് എന്നാണ് എഴുതിയത്. ബ്രേസസ് ക്ലോസിങ് സെമിക്കോളൻ കൊടുത്തു കഴിഞ്ഞാൽ അറേയ്ക്ക് ഉള്ളിൽ അറേയുടെ പിക്ചറിന് ശ്രദ്ധിക്കുക. ഇവിടെ പിക്ചർ കാണാം. മൈ നെയിം എന്നാണ് അറേയുടെ പേര്. സബ്സ്ക്രിപ്റ്റ്സ് വാല്യൂ 0 മുതൽ 9 വരെ ഉണ്ടാകും. അത് കാരണം നമ്മൾ അറേയുടെ സൈസ് 10 കൊടുത്തിരിക്കുന്നത്. 0 തുടങ്ങിയാൽ 9 അവസാനിക്കും. അപ്പോൾ ഇവിടെ നിഖേത് എന്നുള്ളത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി അതൊരു മെത്തേഡാണ്. നമുക്ക് ഇൻറ്റിജർ വാല്യൂ നേരത്തെ കൊടുത്ത പോലെ കൊടുക്കണമെങ്കിൽ ലൂപ്പിംഗ് ഉപയോഗിച്ചാൽ മതി. ഫോർ ഇൻറ്റ് i ഈക്വൽ ടു 0 i ലെസ് ദാൻ 6 i പ്ലസ് പ്ലസ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ 5 വരെ വർക്ക് ചെയ്യും. i ഈക്വൽ ടു 0 i ലെസ് ദാൻ 6 ആണ്. ഇപ്പോൾ 0 മുതൽ 5 വരെ എന്ന് പറയുമ്പം 6 ഇൻപുട്ട് കൊടുക്കാൻ കഴിയും. അങ്ങനെയും നമുക്ക് നിഖേതെന്ന് എഴുതാം. ഓരോ പ്രാവശ്യം ഇൻപുട്ട് കൊടുക്കണം. ഇത് വാല്യൂ ഇനിഷ്യലൈസേഷൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കീബോർഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുത്താൽ നിഖേതെന്ന് മാത്രമേ ഇൻപുട്ട് വരികയുള്ളൂ ഈ ഒരു മെത്തേഡിൽ. പക്ഷേ ഇവിടെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേര് ഓരോ പ്രാവശ്യം റൺ ചെയ്യുമ്പോഴും മാറ്റി കൊടുക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് എഴുതാം. സിംഗിൾ കൊട്ടേഷനിൽ ബ്രേസ് ഓപ്പൺ ചെയ്ത് എഴുതാം. ഇനി രണ്ടാമത് ഈ രീതിയിൽ എഴുതാം. സ്ട്രിംഗ് രൂപത്തിൽ ക്യാരക്ടർ മൈ നെയിം ഓഫ് 10 ഈക്വൽ ടു നിഖേത് ഡബിൾ കൊട്ടേഷനുള്ളിൽ എഴുതി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അറേയുടെ മെമ്മറി സ്പേസിൽ കയറുകയും ഇവിടെ 0 മുതൽ തുടങ്ങി 5-ൽ അവസാനിക്കുന്നു. ലാസ്റ്റ് 5 കഴിഞ്ഞാൽ ഇവിടെ 6 ലെറ്റേഴ്സാണ്. 1 2 3 4 5 6. അപ്പോൾ 7ാമത്തെ ലെറ്ററായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു നൾ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യും. നൾ ക്യാരക്ടർ സിമ്പിൾ ചെയ്യുന്നത് സിംഗിൾ കൊട്ടേഷനിൽ /0 കൊടുക്കേണ്ടത്. എൻഡ് ഓഫ് സ്ട്രിങ്. രണ്ടാമത്തെ അറേ എഴുതിയിരിക്കുന്ന മെത്തേഡ് ചാർ str ബ്രാക്കറ്റ് ക്ലോസ്
ഓപ്പണിംഗ് ക്ലോസിങ് കൊടുത്തിട്ടുണ്ട് ഈക്വൽ ടു ഹലോ വേൾഡ്. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പം സ്പേസ് കൊടുക്കാത്തതുകൊണ്ട് അളവ് പറയുന്നില്ല. ഇവിടെ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടി 10 സ്പേസ് മെമ്മറിയിൽ മാറ്റി വെക്കുന്നു. ഇവിടെ പറയാത്തതുകൊണ്ട് ഹലോ വേൾഡ് എന്ന് പറഞ്ഞാൽ എത്ര അക്ഷരങ്ങളാണോ വേണ്ടത് അതിനുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ സ്പേസ് അടക്കമുള്ള നൽ ക്യാരറ്റും കൊടുത്ത് അത് ക്ലോസ് ചെയ്യും. അപ്പോൾ അഡീഷണൽ സ്പേസ് നഷ്ടപ്പെടുന്നില്ല. ഇവിടെ ആകുമ്പോൾ നമ്മൾ ചെറിയ പേര് എഴുതിയാലും വലിയ പേരെന്ന് പറയുമ്പോൾ മാക്സിമം 10 പറ്റുകയുള്ളൂ. ചെറുതെഴുതുമ്പോൾ ബാക്കിയുള്ള സ്പേസ് ഫ്രീ ആയിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് മെമ്മറി അലോക്കേഷൻ നടത്തുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഓൺ സ്ട്രിങ്സ്. ഇപ്പോൾ മുകളിൽ നമ്മൾ വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് പറയുന്നത്. ക്യാരക്ടർ അറേ നെയിം ഓഫ് 20 കൊടുത്തു. നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് സി ഔട്ട് എൻ്റർ യുവർ നെയിം എന്ന് എഴുതി കഴിഞ്ഞാൽ എൻ്റർ യുവർ നെയിം എന്നുള്ളത് മെസ്സേജ് സ്ക്രീനിൽ മോണിറ്ററിൽ തെളിയും. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻപുട്ട് കൊടുക്കും. സീൻ മൈ നെയിം എന്ന് പറഞ്ഞാൽ മൈ നെയിം എന്നുള്ള അറേയിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് പേരായാലും എന്തോ ആയിക്കോട്ടെ കൊടുക്കുന്ന ലെറ്റേഴ്സ് സ്റ്റോർ ചെയ്യും. അറേ മൈ നെയിം എന്നുള്ള അറേ സ്റ്റോർ ചെയ്യും. വീണ്ടും സി ഔട്ട് മൈ നെയിം എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അറേയിൽ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് നേരെ ഔട്ട്പുട്ട് സ്ക്രീനിൽ പ്രിൻറ്റും ചെയ്യും. അപ്പോൾ ഈ പ്രോഗ്രാം ഇങ്ങനെ എഴുതി നമ്മൾ ഇൻപുട്ട് കൊടുത്തപ്പം എൻ്റർ യുവർ നെയിം എന്നുള്ള മെസ്സേജ് വന്നു. ഇൻപുട്ട് കൊടുത്തത് മായ മോഹൻ എന്നാണ് കൊടുത്തത്. ഇൻപുട്ട് കൊടുക്കാൻ പറഞ്ഞു, ഇൻപുട്ട് കൊടുത്തു, സി ഔട്ട് പ്രിൻ്റ് ചെയ്യാനും പറഞ്ഞു. അപ്പം ഔട്ട്പുട്ട് കിട്ടിയത് മായ എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് സംഭവിച്ചത്? അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. എങ്ങനെയാണ് ഇത് മാറ്റിയെടുക്കുക, എങ്ങനെയാണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്. അപ്പം മായ മോഹൻ എന്ന് എഴുതിയപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, മായ എന്ന് കഴിഞ്ഞിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. സീൻ മൈ നെയിം എന്ന് പറയുമ്പം ഒരു ഇൻപുട്ടേ അവിടെ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ മായ സ്പേസ് മോഹൻ എന്ന് പറയുമ്പം അത് 2 ഇൻപുട്ടായിട്ടാണ് കമ്പ്യൂട്ടർ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ 2 എണ്ണം കൊടുക്കാൻ കഴിയില്ല. മൈ നെയിം എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ടിനുള്ള സ്പേസാണ്. അപ്പോൾ മായ എന്ന് മാത്രമേ ഇൻപുട്ട് കയറുകയുള്ളൂ. അപ്പോൾ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് ടെർമിനേറ്റ് ചെയ്യും. അതിന് പറയുന്ന ഡെലിമീറ്റർ എന്നാണ് പറയുന്നത്. സ്പേസോ ടാബോ അല്ലെങ്കിൽ എൻ്ററൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ടെർമിനേറ്റ് ചെയ്യും. അപ്പോൾ മായ മോഹനിൽ മായ മാത്രമേ പ്രിൻ്റ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ നമുക്കിനിയും പേര് കൊടുക്കണം. എല്ലാവർക്കും 2ഉം 3ഉം പേരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ചെയ്യുക? അതിനുള്ള മെത്തേഡ് എന്താണ്? അപ്പോൾ അതിനുവേണ്ടിയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രിംഗ് ഫംഗ്ഷൻ പഠിക്കുന്നത്. അത് ഇൻപുട്ട് കൊടുക്കാൻ ഉള്ള കൺസോൾ ഫംഗ്ഷനാണ് ഗെറ്റ്സ്. അതേപോലെ ഔട്ട്പുട്ട് ഫംഗ്ഷനാണ് പുട്സ്. അങ്ങനെ 2 ഫംഗ്ഷനുകളാണ് ഉപയോഗിക്കേണ്ടത്. സീനിന് പകരം ഗെറ്റ്സും സി ഔട്ടിന് പകരം പുട്സും എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഗെറ്റ്സും പുട്സും ഉപയോഗിക്കുന്നതോടുകൂടി നമ്മുടെ ഈ പ്രശ്നം സോൾവ് ചെയ്യപ്പെടും. അപ്പോൾ അത് ഉപയോഗിക്കുന്ന മെത്തേഡാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ അറേയൊക്കെ ക്രിയേറ്റ് ചെയ്യും. അറേ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് അറേയുടെ പേര് അറേ നെയിം കൊടുത്തിട്ടുണ്ടായിരിക്കും. ക്യാരക്ടർ അറേ നെയിം കൊടുക്കും. അപ്പോൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഗെറ്റ്സ് ഓഫ് എന്താണോ നമ്മൾ കൊടുത്തിരിക്കുന്ന പേര്. നേരത്തെ മൈ നെയിം ആണ് നമ്മൾ കൊടുത്ത അറേയുടെ പേര്. അപ്പം ഗെറ്റ്സ് ഓഫ് മൈ നെയിം എന്ന് എഴുതി കഴിഞ്ഞാൽ ഇൻപുട്ട് കൊടുക്കാം. അന്നേരം അവിടെ നമുക്ക് മായ മോഹൻ എന്നുള്ളത് മായ സ്പേസ് മോഹൻ എന്ന് കൊടുത്താലും അവിടെ ആ മെമ്മറി ഡിലീറ്റ് ടെർമിനേറ്റ് ആകില്ല. അപ്പോൾ അതിന് സ്പേസ് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഗെറ്റ്സ്. കൺസോൾ ഫംഗ്ഷനാണ് ഗെറ്റ്സ്. അതേപോലെ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ്റെ പേരാണ് പുട്സ്. പുട്സ് ഉപയോഗിക്കുന്നത് അറേയിൽ നിന്നും മെമ്മറിയിൽ നിന്നും സ്ക്രീനിലോട്ട് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് പുട്സ് ഉപയോഗിക്കുന്നത്. അപ്പം പുട്സ് ഓഫ് പരാന്തീസ് ഓപ്പൺ ചെയ്ത് പരാന്തീസ് ക്ലോസ് ചെയ്യുന്നതിനുള്ളിൽ സ്ട്രിംഗ് ഡാറ്റ എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ എന്താണോ അറേ നെയിം കൊടുത്തിരിക്കുന്നത് ആ പേര് യൂസ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എഴുതിയാൽ വർക്ക് ചെയ്യില്ല. നമ്മൾ ഹെഡർ ഫയൽ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എഴുതുന്ന പോലെ ഈ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷനാണ് പുട്സും ഗെറ്റ്സും ഒക്കെ. അപ്പോൾ അത് വർക്ക് ചെയ്യണമെങ്കിൽ CSTDIO എന്നുള്ള ഹെഡർ ഫയൽ കൂടി ആഡ് ചെയ്യണം. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം, അത് കഴിഞ്ഞിട്ട് ഹാഷ് ഇൻക്ലൂഡ് CSTDIO എന്നുള്ള ഹെഡർ ഫയൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുള്ളൂ. എന്നാലേ നമുക്ക് ഗെറ്റ്സ് എന്നുള്ള കൺസോൾ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ.
അപ്പോൾ ഇത് ഈ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ഗെറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ മായാമോഹന് കൊടുത്തു കഴിഞ്ഞാൽ പുട്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മായാമോഹൻ എന്നുള്ള ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യും. ഒരു സിമ്പിൾ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. ആ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പേര് എൻ്റർ ചെയ്യുക എന്ന് മാത്രം. ഒരു പേര് എൻ്റർ ചെയ്യണമെങ്കിൽ ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യണം. ക്യാരക്ടർ മൈ നെയിം ഓഫ് 10. എൻ്റെ അർത്ഥം 10 ബൈറ്റുള്ള ഒരു മെമ്മറി സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ക്യാരക്ടറിന് 1 ബൈറ്റാണ് എടുക്കുക. അങ്ങനെ 10 ബൈറ്റുള്ള മെമ്മറി സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ഇനി ആ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാം. എൻ്റർ യുവർ നെയിം മായ എന്ന് കൊടുക്കുകയാണ്. ഔട്ട്പുട്ട് മായ എന്ന് വരുന്നുണ്ട്. വർക്കിംഗ് ആണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് വീണ്ടും പ്രോഗ്രാം റൺ ചെയ്യുന്നു. മായ മോഹൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വരുന്നത് മായ എന്ന് മാത്രമാണ്. നമ്മൾ തിയറി പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചു. മായ സ്പേസ് മോഹൻ എന്ന് കൊടുക്കുമ്പം 2 ഡാറ്റയായിട്ടാണ് കമ്പ്യൂട്ടർ സ്വീകരിക്കുന്നത്. സ്പേസ് കൊടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ സിഎന്നിൽ സ്പേസ് യൂസ് ചെയ്യാൻ പാടില്ല. സ്പേസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മെമ്മറി സ്പേസ് ടെർമിനേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് ഇനി പഠിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ കൺസോൾ ഫംഗ്ഷൻ ഗെറ്റ്സ് പുട്സ് ഉപയോഗിച്ചു. ഇനി അതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സിഎൻ ഉപയോഗിച്ചപ്പോൾ സ്പേസ് കൊടുക്കുന്ന സമയത്ത് 2 ഡാറ്റയായിട്ട് കൺവേർട്ട് ചെയ്യുകയും ഫസ്റ്റ് ഡാറ്റ പ്രിൻ്റ് ചെയ്യുകയും ചെയ്തു. അതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കൺസോൾ ഇൻപുട്ട് ഫംഗ്ഷനാണ് ഗെറ്റ്സ്. അതുപോലെ കൺസോൾ ഔട്ട്പുട്ട് ഫംഗ്ഷനാണ് പുട്സ്. ഇതിന് പകരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മായ മോഹൻ എന്നാണ് ഇപ്പോൾ കൊടുക്കുന്നതെങ്കിൽ മായ സ്പേസ് മോഹൻ എന്ന് കൊടുത്താലും കറക്റ്റായിട്ട് ഔട്ട്പുട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാം. മായ മോഹൻ. അപ്പോൾ അത് കറക്റ്റായിട്ട് സ്പേസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഗെറ്റ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്പേസ് ഉപയോഗിക്കാം. സീന് സ്പേസ് ഉപയോഗിക്കാൻ പാടില്ല. ആ മെമ്മറി ടെർമിനേറ്റ് ചെയ്യപ്പെടും. ഗെറ്റ്സിന് വേറൊരു ഡിമെറിറ്റ് എന്ന് പറയുന്നത് സീനിന് എൻ്റർ കീ യൂസ് ചെയ്താലും മെമ്മറി സ്പേസ് ടെർമിനേറ്റ് ചെയ്യപ്പെടില്ല സീനിന്. പക്ഷേ ഗെറ്റ്സിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ എൻ്റർ യുവർ നെയിം എന്ന് കൊടുത്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്മറി ടെർമിനേറ്റ് ചെയ്യും. അപ്പം സി ഇന്നിന് എൻ്റർ കീ ഉപയോഗിക്കാം, പക്ഷേ ഗെറ്റ്സിന് എൻ്റർ കീ ഉപയോഗിക്കാൻ കഴിയുകയില്ല. സ്പേസ് ബാർ സീന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മെമ്മറി ടെർമിനേറ്റ് ചെയ്യും. ഗെറ്റ്സിന് നമുക്ക് സ്പേസ് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഒരു വേർഡ് കൊടുത്താൽ അതിൽ എത്ര വവൽസ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു വാക്ക് കൊടുക്കണമെങ്കിൽ അതിനുവേണ്ടി ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യണം. ക്യാരക്ടർ str(20) എന്ന് പറയുമ്പോൾ str എന്ന് പറഞ്ഞ ഐഡൻറ്റിഫയർ അത് അറേയാണ്. അതിൽ 20 സ്പേസ് ഉണ്ട്. അടുത്തതായിട്ട് ഇൻറ്റ് VOW എന്ന് കൊടുക്കാനുള്ള കാരണം വവൽസ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ്. വവൽസ് കൗണ്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പം സ്റ്റാർട്ടിങ്ങിൽ ഒന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി 0 കൊടുത്തു. സി ഔട്ട് എൻ്റർ ദ സ്ട്രിങ് str. അപ്പോൾ ഇവിടെ ഫോർ ലൂപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഇൻറ്റ് i = 0 str(i) നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ എന്ന് പറയാനുള്ള കാരണം ഐയുടെ വാല്യൂ 0 മുതൽ നമ്മൾ പൊസിഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. അറേയിലാണ് ഇൻപുട്ട് പോകുന്നത്. 0 പൊസിഷൻ മുതൽ str(i) നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ എന്ന് പറയാനുള്ള കാരണം ഒരു സ്ട്രിങ് ഇൻപുട്ട് കൊടുത്താൽ ലാസ്റ്റ് ലെറ്റർ എന്തായിരിക്കും? നൾ ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ ഇവിടെ 0 പൊസിഷൻ മുതൽ ഏതുവരെ ചെക്ക് ചെയ്യണം? നൾ ക്യാരക്ടർ ആകുന്നിടം വരെയുള്ള ചെക്കിംഗ് ആണ് ഈ കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന വാക്ക് ആപ്പിൾ എന്നാണെങ്കിൽ അതിൽ എത്ര വവൽസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ str(0) എ ആണ്. എ നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ. അതുകൊണ്ട് തമ്മിൽ കമ്പയർ ചെയ്യും. എ എന്നുള്ളത് നൾ ക്യാരക്ടർ ആണെന്ന് നോക്കും. കണ്ടീഷൻ എന്താണ്? ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് സ്വിച്ച് ഓഫ് str(i) സ്വിച്ചൊക്കെ
നേരത്തെ പഠിച്ചതാണ്. സ്വിച്ച് ഓഫ് STR ഓഫ് I എന്ന് പറയുമ്പോൾ STR ഓഫ് Iയിലെ വാല്യൂ, അതായത് STR ഓഫ് 0യിലെ വാല്യൂ നമ്മൾ കൊടുക്കുന്നത് ആപ്പിൾ എന്നാണ് മനസ്സിൽ ഓർമ്മ വെക്കണം. അപ്പോൾ STR ഓഫ് Iയിലെ വാല്യൂ A ആണ്. അപ്പോൾ ഇത് കണ്ടീഷൻ ട്രൂ ആയി മാറുകയാണ്. ഇൻപുട്ട് കറക്റ്റ് ആയതുകൊണ്ട് കണ്ടീഷൻ ട്രൂ ആണ്. ഇനി കേസ് വാല്യൂ ഓരോന്നും ചെക്ക് ചെയ്യണം. വവൽസ് പറയുന്നത് ഏതാണ്? AE IOU. അപ്പം 0 പൊസിഷനിരിക്കുന്ന A ആയതുകൊണ്ട് ഇവിടെ ചെക്ക് ചെയ്യും, കണ്ടീഷൻ ട്രൂ ആവും. VO പ്ലസ് പ്ലസ്, VOയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 0 ആണ്, അതിനോടുകൂടി 1 ആഡ് ചെയ്യും. 1 ആഡ് ചെയ്ത് വീണ്ടും അപ്ഡേഷൻ, ഫോർ ലൂപ്പിലാണല്ലോ ഇരിക്കുന്നത്, വീണ്ടും അപ്ഡേഷൻ വരും. I പ്ലസ് പ്ലസ് എന്ന് പറയുമ്പം Iയുടെ ഇപ്പോഴുള്ള വാല്യൂനോട് കൂടി 1 ആഡ് ചെയ്യും. Iയിൽ എത്ര ആയിരുന്നു? 0 ആയിരുന്നു, അത് 1 ആയി മാറും. വീണ്ടും ചെക്കിംഗ് ആണ്. STR ഓഫ് I നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ. STR ഓഫ് I എന്ന് പറയുന്നത് I 1 ആയി മാറി. അപ്പോൾ STR ഓഫ് 1 എന്ന് പറഞ്ഞ പൊസിഷനിൽ നമ്മൾ കൊടുത്ത ഇൻപുട്ട് എന്താണ്? ആപ്പിളാണ്, APPLE ആണ്. അപ്പോൾ STR ഓഫ് 1ലെ വാല്യൂ P ആണ്. P നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ പറയുന്നത് P നൾ ക്യാരക്ടർ അല്ല എന്നാണ് പറയുന്നത്. കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്യും. സ്വിച്ച് ഓഫ് STR ഓഫ് I, സ്വിച്ച് വർക്ക് ചെയ്യാണ്, ഡിസിഷനാണ്. STR ഓഫ് I, STR ഓഫ് 1ലെ വാല്യൂ ഇപ്പം വന്നിരിക്കുന്നതാണ് P ആണ്. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന P ഇതിൽ ഈ കേസിൽ ഏതെങ്കിലും ഒന്നിലുണ്ടോ നോക്കും. Pയും Aയും ഈക്വൽ അല്ല, Pയും Eയും ഈക്വൽ അല്ല, Pയും Iയും ഈക്വൽ അല്ല, Pയും Oയും ഈക്വൽ അല്ല, Pയും Uയും ഈക്വൽ അല്ല. അതുകൊണ്ട് വീണ്ടും അപ്ഡേഷൻ വരും. എന്തിന്? I പ്ലസ് പ്ലസിന് അപ്ഡേഷനാണ്. Iയുടെ വാല്യൂ ആദ്യം തുടങ്ങി 0 ആയിരുന്നു, പിന്നെ 1 ആയി, 2 ആയി. വീണ്ടും STR ഓഫ് I നോട്ട് ഈക്വൽ ടു 0. STR ഓഫ് Iയിലെ വാല്യൂ P ആണ് വീണ്ടും വന്നിരിക്കുന്നത്, അത് നൾ ക്യാരക്ടറിന് ഈക്വൽ അല്ല. STR ഓഫ് Iയിലെ വാല്യൂ, STR ഓഫ് 2ലെ വാല്യൂ P ആണ്. Pയും ഇതുമായിട്ട് ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്ത് ലാസ്റ്റ് വരെ, ലാസ്റ്റ് ആപ്പിൾ എന്ന് കഴിഞ്ഞ് Eയും ചെക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ലാസ്റ്റ് ക്യാരക്ടർ എന്തായിരിക്കും? നൾ ക്യാരക്ടർ ആയിരിക്കും വരിക. അപ്പോൾ ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് ലെഫ്റ്റും റൈറ്റും ഈക്വൽ അല്ല എന്ന് പറയുന്നത്, രണ്ട് സൈഡിൽ നൾ ക്യാരക്ടർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ ഫാൾസ് ആവുകയും ഇതിനുള്ളിൽ ഏതെങ്കിലും ആദ്യത്തെ APPLEയിൽ വരും, Aയും Eയും വരും. അപ്പോൾ വവൽസ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേഷൻ സംഭവിക്കും. ലാസ്റ്റ് എത്ര വവൽ ഉണ്ടെന്ന് പ്രിന്റ് ചെയ്യുകയുമാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പ്രോഗ്രാം നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ആപ്പിൾ, നമ്പർ ഓഫ് വവൽസ് 0. എന്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം? ശ്രദ്ധിക്കണം, പ്രോഗ്രാമിലോട്ട് നിങ്ങൾ തിരിച്ചു പോകണം. ഞാൻ കൊടുത്ത അക്ഷരങ്ങൾ ശ്രദ്ധിച്ചോ? APPLE സ്മോൾ ലെറ്റർ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ കൊടുത്തത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. അതുകൊണ്ടാണ് വവൽസ് 0 എന്ന് കാണിച്ചത്. കമ്പയർ ചെയ്തപ്പം ഇവിടെ വന്നത് ക്യാപിറ്റൽ ലെറ്റർ A ആ വന്നത്, ഇവിടെ എഴുതിയിരിക്കുന്നതോ സ്മോൾ ലെറ്റർ A. അപ്പോൾ അത് കൗണ്ട് ചെയ്യില്ല, കണ്ടീഷൻ ഫാൾസ് ആയി പോകും. അപ്പോൾ നമുക്ക് സ്മോൾ ലെറ്റർ കൊടുത്തു നോക്കാം. വവൽസ് 2 എണ്ണം കിട്ടി. ഒന്നാമത്തതും STR ഓഫ് 0യിലെ A ആയിരുന്നു, അത് STR ഓഫ് ലാസ്റ്റ് ലെറ്ററിൽ E ആയിരുന്നു. അങ്ങനെ രണ്ടും കൂടെ Aയും Eയും വവൽസ് ആണ്. അങ്ങനെ ടോട്ടൽ 2 ആയി മാറും. ഓക്കെ, താങ്ക് യു.